എല്ലാവർക്കും നമസ്കാരം. സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് നമ്മൾ ജനുവരി 1 ഫസ്റ്റ് ബാച്ച് ആരംഭിച്ചത്. അതിന് രണ്ടാമത്തെ ആഴ്ചത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒരു സബ്ജക്റ്റിന് മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഡോക്യുമെന്റ്സ്, ഈ 4 സബ്ജക്റ്റിനും നിങ്ങൾ അടുത്ത ആഴ്ച എന്താണ് പഠിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കൃത്യമായി ശ്രദ്ധിക്കാം. ഒന്നാമത്തേത് കെമിസ്ട്രിയാണ്. നമുക്ക് നോക്കാം. സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് കെമിസ്ട്രി സെക്കൻഡ് വീക്ക് സ്റ്റഡി പ്ലാൻ പെരിസൈക്ലിക് റിയാക്ഷൻസ്. ഞങ്ങൾ ഈ സിലബസിനെ ഒന്ന് ക്രോഡീകരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരീക്ഷയ്ക്ക് ഫോക്കസ്ഡ് ആയിട്ട് ചില പോയിന്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്ന് ഗ്രൂപ്പ് തിയറി, 2 പെരിസൈക്ലിക്സ്. അപ്പൊ അങ്ങനെ കുറെ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പം ക്വസ്റ്റ്യൻ നമ്മുടെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് ഗ്രൂപ്പ് തിയറി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്താണത്, പെരിസൈക്ലിക് റിയാക്ഷൻസ് ആണ്. അപ്പൊ ഗ്രൂപ്പ് തിയറി എന്തൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചാൽ, നമ്മൾ അതിന്റെ വീഡിയോ ക്ലാസ് കൊടുത്തു, അതിന്റെ എക്സാം ഇട്ടു. എക്സാമിന് ശേഷം ഏകദേശം 80ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് മാത്രമായിട്ട് 80ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പർച്ചേസ് ചെയ്യാത്തവരാണ് എങ്കിൽ, നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമി സ്റ്റുഡൻസ് അല്ല എങ്കിൽ, നിങ്ങൾ പർച്ചേസ് ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ആപ്പ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി ഇതൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട. ചെയ്യുന്നതിന് ഗ്രൂപ്പ് തിയറിയുടെ ക്ലാസ് ഉണ്ടോ, ഗ്രൂപ്പ് തിയറിയുടെ എക്സാം ഇട്ടോ, ഗ്രൂപ്പ് തിയറിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഞങ്ങൾ ചെയ്തത് വീഡിയോ ക്ലാസ് കൊടുത്തു, ഞങ്ങൾ എക്സാം ഇട്ടു. ഞങ്ങൾ അതേ കണക്കിന് ഏകദേശം 2 മണിക്കൂറിലധികം ഉണ്ടെന്ന് തോന്നുന്നു. ഏകദേശം 80ഓളം ഗ്രൂപ്പ് തിയറിയുടെ ചോദ്യങ്ങൾ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് കെമിസ്ട്രിയുടെ കാര്യം കഴിഞ്ഞു. എന്താണ്, പെരിസൈക്ലിക് ആയിരുന്നു. അപ്പൊ പല ചിന്തിക്കും, സാർ ഡോക്യുമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞുതരാം. അപ്പൊ കെമിസ്ട്രി ശ്രദ്ധിക്കുക, പെരിസൈക്ലിക് റിയാക്ഷൻസ് ആണ് ഇനി ചെയ്യാൻ പോകുന്ന. പെരിസൈക്ലിക്കിന്റെ വീഡിയോ ക്ലാസ് ഉണ്ട്, നല്ല മനോഹരമായ ക്ലാസ്സാണ് കിടക്കുന്നത്. അത് കണ്ട് പഠിക്കുക. എക്സാം ഉണ്ടാകും, എക്സാമിന് ശേഷം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും. ഓക്കെ, പറയുന്ന കാര്യം അതേ കണക്ക് തന്നെ നമ്മൾ ഓരോ ബാച്ചും ചെയ്യുന്നതായിരിക്കും. ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ കുറെ അധികം ടോപ്പിക്സ്, കുഞ്ഞു ടോപ്പിക്സ് ആണ്, വലിയ ടോപ്പിക്സ് ഒന്നും അല്ല. പ്രോപ്പർട്ടീസ് ഓഫ് ഫോർ സീരീസ്, ഫോർ ഇന്റഗ്രൽ, ഫോർ ട്രാൻസ്ഫോം, ഗാമ ഫംഗ്ഷൻ, ബീറ്റ ഫംഗ്ഷൻ. അപ്പൊ ഇത്രയും ഒരു 4-5 ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി. പയ്യെ തിന്നാൽ പനയും തിന്നമല്ലേ പറയുന്നത്. കുറച്ച് പഠിച്ചു പോകുക. ഒക്ടോബർ മാസം വരെയാണ് നമ്മുടെ സാധ്യത എക്സാം ഡേറ്റ് പറയുന്നത്. അതിലൊരു 3 മാസം മുമ്പേ നമുക്ക് പഠിച്ചു തീർത്താൽ മതി. അതുകൊണ്ട് പതുക്കെ ഓരോ വീക്കിൽ ഓരോ ടോപ്പിക്ക് പഠിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ഡൗട്ട് ഒക്കെ മാറ്റി വെച്ച് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. അടുത്തിലേക്ക് പോകാം. നമുക്ക് ഇനി സയന്റിഫിക് ഓഫീസേഴ്സ് സെക്കൻഡ് വീക്ക് ബയോളജി നോക്കുക. ഏതൊക്കെയാണെന്ന് ടോപ്പിക്സ്: പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സോണമി, പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ, മോർഫോളജി ഓഫ് ഫ്ലവർ, മോർഫോളജി ഓഫ് ഫ്രൂട്ട്, മോർഫോളജി ഓഫ് സീഡ്. ഇത്രയും ടോപ്പിക്ക് പഠിക്കുക, നന്നായി പഠിക്കുക. അടുത്തിലേക്ക് പോകാം, ഡോക്യുമെന്റ്സിലേക്ക് പോകാം. ഇവിടെയാണ് ഒരു അല്പം കൺഫ്യൂഷൻ പലർക്കും വരുന്നത്. ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത് കെമിസ്ട്രി സ്റ്റുഡന്റ്, ഫിസിക്സ് സ്റ്റുഡൻസ്. ഫിസിക്സ് സ്റ്റുഡൻസ് പഠിക്കേണ്ടത് അവരുടെ സയന്റിഫിക് ഓഫ് ഫിസിക്സിന് കൊടുത്ത അതേ ടോപ്പിക്സ്, 4 സീരീസ് അന്ന് അവർക്ക് കൊടുത്ത, ഇപ്പൊ ഈ വീക്കിലേക്ക് അവർക്ക് കൊടുത്ത അതേ ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. ഒപ്പം പഠിക്കേണ്ടത് എന്താണ്, സോളിഡ് സ്റ്റേറ്റ്. അപ്പൊ ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം കൂടെ പഠിച്ച് വീഡിയോ ക്ലാസ് കണ്ട് പഠിച്ച് ഷോർട്ട് നോട്ട് തയ്യാറാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാംസ് ഒക്കെ നോക്കിയിട്ട് വരുമ്പോഴത്തേക്ക് സമയം എടുക്കും. അതുകൊണ്ടാണ് 2 ടോപ്പിക്ക് മാത്രമുള്ളത്. 4 സീരീസ് എന്താണ്, നമ്മുടെ PG ലെവൽ പഠിക്കണം, ഒരു +2 ഡിഗ്രിയുടെ സോളിഡ് സ്റ്റേറ്റ് പഠിക്കണം. അതേ കണക്ക് തന്നെ കെമിസ്ട്രി സ്റ്റുഡൻസ് പഠിക്കേണ്ടതാണ് പെരിസൈക്ലിക് റിയാക്ഷൻ. അതായത് സയന്റിഫിക് ഓഫീസിൽ പഠിക്കേണ്ടത് എന്താണ്, പെരിസൈക്ലിക് റിയാക്ഷൻസ് ആണ്. +2 ലെവൽ പഠിക്കേണ്ടത് എന്താണ്, വേവ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഈ +2 ലെവലിൽ നിന്ന് വെച്ച് ആരും ഒരു മോശമായിട്ട് കാണണ്ട, ക്വസ്റ്റ്യൻ ചോദിക്കും ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ പോകുന്നത്. നല്ല ഒരു എഫക്റ്റീവ് ആണെന്ന് പല കുട്ടികളും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഇപ്പോൾ തന്നെ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത് ഈ ഒരു റുട്ടീൻ അനുസരിച്ച് പഠിച്ചു പോകാം. ഞങ്ങൾക്ക് മുന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ അപാകതയായിരുന്നു, കുട്ടികൾ പഠിക്കുന്നുണ്ടോ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് അവരോട് ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന പരിപാടി ഒന്നും ഇല്ല. അതൊക്കെ മാറ്റിയിട്ടാണ് രണ്ടാമത്തെ സയന്റിഫിക് ഓഫീസർ വന്നപ്പോഴത്തേക്ക് അവർ എന്ത് പഠിക്കണം എന്ന കാര്യം ഞങ്ങൾ മുൻകൂട്ടി പറയുന്നത്. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകാം, ഉറപ്പായിട്ടും വലിയ വിജയം ഉണ്ടാകും. താങ്ക്